നമ്മളും ലേബലുകളും. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സംഗതി സിമ്പിളാണ്, ഏറെ ചിന്തിപ്പിക്കുന്നതും. ദാ ഇങ്ങനെ എന്നെ കേട്ടിരിക്കണം എന്ന് മാത്രം. ശരി, ഭൂമിയിൽ പ്രകാശവും നിറവും മണവും ഒക്കെ ഉണ്ടെന്നാണല്ലോ വൈപ്പ്. യഥാർത്ഥത്തിൽ ശരിക്കും ഇവയൊക്കെ ഉണ്ടോ? ചുമ്മാ ഒന്ന് ഇഴകേറി പരിശോധിച്ച് നോക്കാം. പ്രകാശം, സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല. സൂര്യനിൽ നിന്നും വരുന്ന നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ഊർജ്ജ തരംഗത്തെ നമ്മൾ പ്രകാശം എന്ന ലേബലിൽ വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ശബ്ദമോ? യഥാർത്ഥത്തിൽ അതും ഇല്ല. വായുവിലുള്ള ഊർജത്തിന്റെ സഞ്ചാരത്തെ നമ്മൾ ശബ്ദം എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പോ വസ്തുക്കളും യഥാർത്ഥത്തിലില്ല. പ്രത്യേക അവസ്ഥയിലുള്ള ഊർജത്തെ നമ്മൾ ദ്രവ്യമെന്നും വസ്തുക്കളെന്നും ഒക്കെ ലേബലിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ചെടാ, അപ്പൊ ചൂടും തണുപ്പും ഒക്കെയോ? യഥാർത്ഥത്തിൽ അവയും ഇല്ല. റേഡിയേഷനിലൂടെ വരുന്ന ഊർജം നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലെ തന്മാത്രകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ചൂടാണെന്ന് നാം ലേബൽ ചെയ്യുന്നു. സ്ഥിരമായി വൈബ്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും ശക്തി കുറഞ്ഞ വൈബ്രേഷനിലേക്ക് ഇവ പോകുമ്പോൾ നമ്മൾ തണുപ്പെന്നും ലേബൽ ചെയ്യുന്നു. ഗന്ധം, യഥാർത്ഥത്തിൽ അതും ഇല്ല. ചില തന്മാത്രകൾ നമ്മുടെ മൂക്കിലെ കോശങ്ങളിൽ വരുത്തുന്ന മാറ്റത്തെ നമ്മൾ ഗന്ധമെന്ന് ലേബൽ ചെയ്ത് വിളിക്കുന്നു. ഗാമ, എക്സ്റേ, ഇൻഫ്രാറെഡ് ഇങ്ങനെയുള്ള ഒരു വസ്തുക്കളും ഇല്ല മാഷേ. ഊർജ സ്പെക്ട്രത്തിലെ ഓരോ റേഞ്ചിലുള്ള ഫ്രീക്വൻസികൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ലേബൽ മാത്രമാണിതൊക്കെ. വിസിബിൾ ലൈറ്റിന് പകരം ഗാമ റൈസ് ആയിരുന്നു കണ്ണുകൾ കാണുന്നതെങ്കിൽ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് രമണ, എല്ലാം ഒന്ന് തന്നെ. അടിപൊളി. അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോ.